നമസ്കാരം. മലയാളം മീഡിയ .live സ്വാഗതം. PR ഏജൻസിയുടെ സഹായത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമുഖം നൽകിയതെന്ന വിവാദങ്ങൾക്കിടയിലും പാർട്ടിക്ക് വേണ്ടി പുതിയ പ്രൊഫഷണൽ PR ഏജൻസിയെ നിയമിക്കാൻ CPM തീരുമാനം. AKG സെന്റർ കേന്ദ്രീകരിച്ച് പാർട്ടിയുടെ സമൂഹ മാധ്യമ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിലവിൽ ടീമിന്റെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനാണ് പുതിയ ഏജൻസി. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായുള്ള മുഖമിനുക്കൽ ശ്രമത്തിന്റെ ഭാഗമാണിത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ വിവാദാഭിമുഖം ഇംഗ്ലീഷ് ദിനപത്രത്തിന് ഒരുക്കിക്കൊടുത്ത കേസൻ എന്ന ഏജൻസിയാണോ CPM പുതിയ ചുമതല ഏൽപ്പിക്കുന്നതെന്ന് വ്യക്തമല്ല. പാർട്ടി യുവജന വിദ്യാർത്ഥി രംഗത്തെ നേതാക്കളും അംഗങ്ങളും ഉൾപ്പെടുന്ന സമൂഹ മാധ്യമ ടീമുകൾ AKG സെന്റർ കേന്ദ്രീകരിച്ച് സംസ്ഥാന തലത്തിലും കീഴ്ഘടകത്തിലും നിലവിലുണ്ട്. സമൂഹ മാധ്യമ രംഗത്തെ പാർട്ടിയുടെ സംവിധാനങ്ങളെ ഉടച്ചു വാർക്കണമെന്നാണ് CPMന്റെ നിർദ്ദേശം. കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരിക്കലും കൂടെ കൂട്ടാത്ത PR ഏജൻസികളെ പുറമേക്ക് തള്ളി പറയുമ്പോഴും ഇത്തരം ഏജൻസികളെ രഹസ്യമായി ഉപയോഗിക്കുന്നതാണ് പിണറായി വിജയന്റെയും CPMന്റെയും രീതി എന്നാണ് പറയുന്നത്. PR ഏജൻസികളെ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത് കോൺഗ്രസും BJPയും ഉൾപ്പെടുന്ന ബൂർഷ്വാ പാർട്ടികളുടെ രീതിയാണെന്നായിരുന്നു പാർട്ടി ഉയർത്തിയിരുന്ന വിമർശനം. എന്നാൽ ജനങ്ങൾക്കിടയിൽ മത്സ്യം പോലെ ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തിനാണ് ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് PR ഏജൻസി എന്നായിരുന്നു ഇതേ CPM തന്നെ മുൻപൊരിക്കൽ ചോദിച്ചത്. നയനാർ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായിരുന്ന കാലം വരെ അത് ശരിയായിരുന്നുവെങ്കിലും പിന്നീടത് മാറി. 3 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുകയും ഇപ്പോഴും തുടരുന്ന പിണറായി യുഗത്തിലാണ് ഈ പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നത്. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആസൂത്രണം ചെയ്തതു മുതൽ PR ഏജൻസികൾ ഒളിഞ്ഞും തെളിഞ്ഞും മുഖ്യമന്ത്രിക്കും CPMനും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഭരണവും തുടർഭരണവുമായതോടെ സർക്കാരിന്റെ പ്രധാന പരിപാടികളുടെ ആസൂത്രണവും നിർവഹണവും എല്ലാം ഈ PR ഏജൻസികൾ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. പ്രതിപക്ഷത്തിന് തന്ത്രങ്ങൾ ഒരുക്കാൻ സുനിൽ കനലോഗുണ്ട്, PR ഏജൻസിയുണ്ട് എന്നൊക്കെ നിരന്തരം വിമർശനം നയിക്കുന്നവർ തന്നെയാണ് ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ CPM നേതാക്കളുമെല്ലാം. കൂടാതെ തങ്ങൾക്കൊന്നുമില്ലേ, എല്ലാം ഞങ്ങൾ പഴയ രീതിയിലാണ് നിർവഹിച്ചു പോരുന്നതെന്നാണ് ഇവർ പറയുന്നതും. എന്നാൽ വാസ്തവം അതല്ല. 8 വർഷമായി മുഖ്യമന്ത്രിയും പാർട്ടിയും ഏജൻസികളെ താരാതരം പോലെ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് സത്യം. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണം മുതലായിരുന്നു ഏജൻസികളെ ഉപയോഗിച്ചു തുടങ്ങിയത്. പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ടു നടന്ന പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ചത് ടൈംസ് ഇവന്റ്സ് ആയിരുന്നുവെന്നാണ് വിവരം. ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിന്റെ ഇവന്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിരുന്നത്. ടൈംസ് ഇവന്റ്സിന്റെ പ്രതിനിധികളുടെ ആദ്യ പ്രസന്റേഷൻ നടന്നത് AKG സെന്ററിന്റെ എതിർവശത്തെ പിണറായിയുടെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു. വൻതുക പ്രതിഫലം പറ്റിയാണ് ടൈംസ് ഇവന്റ്സ് ക്യാമ്പയിൻ ആസൂത്രണം ഏറ്റെടുത്തതും. എന്നാൽ ആ തുക എത്രയാണെന്നോ അത് ആര് നൽകിയെന്നോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അത് മലയാളത്തിലുള്ള വീഡിയോ, ശബ്ദ സന്ദേശം, പരസ്യത്തിനുള്ള കണ്ടന്റ് എന്നിവ തയ്യാറാക്കിയത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈത്രി എന്ന ഏജൻസിയാണ്. ഈ ഏജൻസിയാണ് അന്ന് ഏറെ ശ്രദ്ധ നേടിയ LDF വരും എല്ലാം ശരിയാകുമെന്ന പരസ്യ വാചകവും ഒരുക്കിയത്. പിന്നീട് PRDയെ ഒഴിവാക്കി സർക്കാരിലെ ഇതര വകുപ്പുകളുടെയും എംപാനൽഡ് ഏജൻസിയായി മൈത്രി മാറി. അതോടൊപ്പം ദേശീയ തലത്തിലും ഗൾഫ് ഉൾപ്പെടെയുള്ള മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മിതിക്ക് വേണ്ടിയും വിവിധ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നും PRD വഴിയല്ല. പരസ്യത്തിനും ബ്രാൻഡ് ബിൽഡിങ്ങിനും കോടികൾ നീക്കിവെക്കുന്ന സർക്കാർ വകുപ്പുകളോ പൊതുമേഖലാ സ്ഥാപനങ്ങളോ ആണ് പണം മുടക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ടൂറിസം വകുപ്പും കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങളുമാണ് പലപ്പോഴും ഈ ഏജൻസികൾക്ക് വേണ്ടി പണം ചെലവാക്കുക. PRDയുമായി ബന്ധമില്ലെന്നിരിക്കെ ഇപ്പോൾ വിവാദാഭിമുഖത്തിന്റെ പിന്നണിക്കാരാണെന്ന് വിളിക്കപ്പെട്ട കേസനും ഏതെങ്കിലും സർക്കാർ ഏജൻസി തന്നെയാകും പണം കൊടുക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങളിലും PR ഏജൻസികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ഏജൻസികളുടെ സഹായത്തോടെ കോവിഡ് കാല നടപടികൾ സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്തു. അതിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ വൈറലാണ്. എനിക്ക് മാധ്യമങ്ങളെ കാണാൻ ഏജൻസി വേണോ എന്നായിരുന്നു 2020 മെയ് 20 ഇതേ മുഖ്യമന്ത്രി ചോദിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ക്യാമറകൾക്ക് മുന്നിൽ ആ പറഞ്ഞത് പച്ചക്കള്ളമായി
ആയിരുന്നുവെന്നാണ് പ്രതിപക്ഷ വിമർശനം. കോവിഡ് കാലത്തും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ കൂട്ടാൻ PR ഏജൻസി പ്രവർത്തിച്ചു എന്നത് പരസ്യമായ രഹസ്യമാണ്. ടൈഡൽ 7 എന്ന ഏജൻസിയാണ് അക്കാലത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. കോവിഡ് മാനേജ്മെന്റിൽ ആഗോള മാതൃകയായി പ്രവർത്തിച്ചിരുന്ന പ്രചാരണമെല്ലാം പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമായി വന്നതെന്നാണ് ഇപ്പോഴത്തെ സംശയം. PR ഏജൻസിയും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും ഇടത് രാഷ്ട്രീയത്തിൽ വിവാദമുണ്ടാക്കുന്നത് എന്നാൽ ആദ്യമല്ല. CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CK ചന്ദ്രപ്പനാണ് CPM-നെതിരെ ആദ്യമായി ഈ PR ഇവന്റ് മാനേജ്മെന്റ് ആക്ഷേപം ഉന്നയിക്കുന്നത്. 2012-ലെ CPM-ന്റെയും CPI-യുടെയും സംസ്ഥാന സമ്മേളനങ്ങൾ ഒരേ ദിവസങ്ങളിലായിരുന്നു നടന്നത്. CPI സമ്മേളനത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുന്ന നടപടിയായി വിലയിരുത്തിയായിരുന്നു CPM സംസ്ഥാന സമ്മേളനങ്ങളുടെ പകിട്ടും ചില പിഴവുകളും ചൂണ്ടിക്കാട്ടി ചന്ദ്രപ്പൻ ഇവന്റ് PR ഏജൻസികളാണ് എല്ലാത്തിനും പിന്നിലെന്ന ആക്ഷേപം ഉന്നയിച്ചത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ അന്നുണ്ടാക്കിയ കോളിളക്കങ്ങൾ ചെറുതായിരുന്നില്ല. പാർട്ടി മാത്രമല്ല, ചില നേതാക്കളും വ്യക്തിപരമായ ബൂസ്റ്റിന് വേണ്ടി ഈ PR കമ്പനികളെ ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവരുടെ അമാനുഷികത്വവും മഹത്വവും വിളംബരം ചെയ്യുന്നതും. അതേസമയം പുതിയ കാലത്തിന്റെ പ്രതീകമായ PR ഏജൻസികൾ തേടുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഇത്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തരം വളഞ്ഞ വഴികൾ തേടുമ്പോഴാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത്. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും പ്രചാരണത്തിനും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലാണ് PRD എന്ന വകുപ്പ് പ്രവർത്തിക്കുന്നത്. കോടികളാണ് ഇതിനു വേണ്ടി വർഷങ്ങളായി സർക്കാർ ചിലവഴിക്കുന്നതും. ഇത്തരമൊരു സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയാണ് PR ഏജൻസികൾ അരങ്ങെന്ന് തകർക്കുന്നത്.